വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമയാണെങ്കിൽ അങ്ങനെ ശിവനോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എൻ്റെ മകൻ്റെ ഭാര്യയുണ്ട്, പിന്നെ എനിക്കൊരു ഭർത്താവുണ്ട്, അവർ നോക്കിക്കോളും എൻ്റെ കാര്യങ്ങൾ. നീ വേറെ ഒരു ജോലിക്കാരൻ മാത്രമാണ്, തരുന്ന ശമ്പളത്തിൻ്റെ കൂറ് മാത്രം കാണിച്ചാൽ മതി, പൊയ്ക്കോ എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ സത്യഭാമയുടെ ആരും അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല, ഒരു ജോലിക്കാരൻ മാത്രമാണ്, പൊയ്ക്കോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സോമശേഖരാണെങ്കിൽ ശിവനോടൊന്ന് പറയുകയാണ്, അപ്പോൾ നീ ഇത്രയും നേരം കാട്ടിക്കൂട്ടിയതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയല്ലോ, ഇപ്പോൾ മല പോലെ വന്ന തെരി പോലെ പോയി എന്നുള്ള അവസ്ഥയായല്ലോ നിൻ്റേത്. ഇനിയും നീ ഇവിടെ നിന്ന് ബഹളം കാണിച്ചാൽ നിന്നെ ഞങ്ങൾ ചവിട്ടി കൂട്ടും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മര്യാദയ്ക്ക് താൻ ഓർത്തോ, ഇവിടെ സത്യാമ്മയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടായാലും ഞാൻ ഇനി ഒരു വരവ് കൂടി വരും, അത് തനിക്ക് താങ്ങാനായിട്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ വീണ്ടും സോമശേഖരൻ ദേഷ്യപ്പെടുമ്പോൾ ശിവന് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ശിവ എന്നിങ്ങനെ ഭാമ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ശിവനാണെങ്കിൽ ഭാമയുടെ അടുത്തേക്ക് ഒന്ന് പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് സത്യാമ്മ കാണാൻ പറ്റിയല്ലോ, ദേഷ്യത്തോടെയാണെങ്കിൽ സത്യാമ്മ വഴക്ക് പറയാനാണെങ്കിൽ എന്നോട് സംസാരിച്ചല്ലോ, എനിക്ക് അത് മതി, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുകയാണ്. അമ്മമാർ മക്കളെ വഴക്ക് പറയും, ചിലപ്പോൾ കൈനീട്ടി തല്ലുകയൊക്കെ ചെയ്യും, അതൊക്കെ സാധാരണമാണ്, ഒന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നിന്ന് ബഹളം ഉണ്ടാക്കാതെ നീ വീട്ടിൽ പോകാൻ നോക്ക് എന്നിങ്ങനെ ശിവനോട് പറയുന്നുണ്ട്. അതൊന്ന് സോമശേഖരനെ ഒന്നുകൂടിയൊക്കെ നോക്കിയിട്ട് ശിവനാണെങ്കിൽ അങ്ങ് വിഷമത്തോടെയാണ് ഇറങ്ങി പോകുന്നത്. അന്നേരം സോമശേഖരൻ സത്യഭാമയോട് പറയുന്നുണ്ട്, അവനെ പറഞ്ഞു വിട്ട് നന്നായി, ഇല്ലെങ്കിൽ അടുത്ത സെല്ലിൽ അവനും കൂടി കിടന്നേനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതൊന്ന് ഭാമ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഈശ്വര പാവം എന്നെ സഹായിക്കാൻ വന്നതാണ്, ഇതിപ്പോൾ ഇങ്ങനെ ആയല്ലോ എന്ന് ശിവനെ വഴക്ക് പറഞ്ഞതിൽ ഭാമ വിഷമിക്കുന്നുണ്ട്. ശിവനാണെങ്കിൽ വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. അതേസമയം അവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ശാരീരിക ഡോക്ടർ വന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ ഫാർമസിയിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ച് വരികയാണ്. ഇതൊക്കെ എന്തിനാണാവോ, വല്ല പ്രയോജനമൊക്കെ ഉണ്ടാകുമോ, വെറുതെ ആണോ എന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഒരു അടുത്തൂടെ പോയ ഒരാൾ എന്തെങ്കിലും പറഞ്ഞോ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ദൈവത്തെ വിളിച്ചൊരു പരാതി പറഞ്ഞതാണ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അളങ്ങ് പോകുന്നുണ്ട്. ഈ സമയത്താണ് ശാലിനി കുഞ്ഞിനെയും കൊണ്ട് വരുന്നത്. അന്നേരം എന്താ അച്ഛാ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പ്രഷർ കൂടിയതാണ്, സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും അങ്ങനെ സംഭവിച്ചതാണ്, പിന്നെ ഡോക്ടർമാരെ വന്ന് പരിശോധിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പറയുന്നത് എന്തൊക്കെയോ ശരീരച്ചിയുടെ മനസ്സിലുണ്ട്, അതൊന്നും വിട്ടുമാറാതെ ഒന്നും ശരിയാവില്ല എന്ന് പറയുക. അന്നേരം ആ രാജീവ് എന്ന് പറയുന്നവനൊന്ന് വിളിച്ച് ചോദിക്കാനുള്ള മര്യാദ പോലും ഇല്ലല്ലോ എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ അതിന് കുഞ്ഞ് അവരുടെ അല്ലല്ലോ എന്നൊക്കെയല്ലേ വിജയലക്ഷ്മി പറയുന്നതെന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ഈ കുഞ്ഞെന്താ മാനത്തുനിന്ന് പൊട്ടി വീണതാണ്, അവരുടെ കുടുംബം തകർത്തത് വിജയലക്ഷ്മി ഒറ്റ അവരാണ്, പിന്നെ ഒരു മരക്കൊന്തൻ ആങ്ങളെയും എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട്. തുടർന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഡോക്ടർ വരുന്നുണ്ട്, ലേഡി ഡോക്ടറാണ്. അന്നേരം ആ ഡോക്ടർക്ക് ശാരദാമ്മയും കുടുംബത്തെയൊക്കെ അറിയാം, പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ശാരദാമ്മയുടെ ഹോട്ടലിൽ നിന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അപ്പോൾ കോളേജ് ക്യാൻറ്റീൻ വരെ ഭക്ഷണത്തിൻ്റെ സ്വാദ് ചർച്ചയായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ഈ ശാരികയും അതേപോലെ ഭക്ഷണമൊക്കെ അമ്മയെ പോലെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ മിടുക്കിയാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് എങ്ങനെയുണ്ട് എന്നൊക്കെ ശാലിനി തിരക്കുമ്പോൾ ബോഡി അത്ര സ്റ്റേബിൾ അല്ല, കൂടുതൽ സംസാരിക്കാനായിട്ട് അനുവദിക്കരുത്, കൂടുതൽ സ്ട്രെയിൻ എടുക്കരുത്, പിന്നെ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കേണ്ട, കുഞ്ഞിനെടുക്കാനോ ഫലം എടുക്കാനോ ഒന്നും സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മോൾ എൻ്റെ കൂടെയാണെന്ന് പറയുമ്പോൾ അതാണ് കുറച്ച് ദിവസത്തേക്ക് നല്ലത്, ബെഡ് റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കുക, റൗണ്ട്സിന് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ശാലിനി പറയുന്നുണ്ട്, ഞാൻ ശാരികേച്ചി ഒന്ന് കാണാം, അച്ഛന് ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ട് ശാലിനി അകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് ശാരികയുടെ അടുത്ത് ശാലിനി ആണെങ്കിൽ എന്നെ കസേരയിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഇരിക്കുന്നുണ്ട്. അന്നേരം ശാരിക അങ്ങ് കരയുകയാണ്. അന്നേരം ചേച്ചി എന്താ കരയുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ സങ്കടങ്ങൾക്കൊന്നും ഒരു ആർത്തിയില്ലല്ലോ എന്ന് പറയുകയാണ്. ഇങ്ങനെ കിടക്കാനല്ലേ വിധി എന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഒരു പിന്നെ റെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചികിത്സയുടെ ഭാഗമായിട്ട് കിടക്കുകയാണെന്ന് കരുതിയാൽ മതി എന്നുള്ളത്. അന്നേരം അങ്ങനെയൊന്നുമില്ല, ഞാൻ ഈ കിടപ്പ് തന്നെ കിടക്കും, കുറേ ദിവസം കഴിയുമ്പോൾ ശരീരം പൊട്ടി ഒലിക്കാൻ തുടങ്ങും, പിന്നെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ എന്നെ ഒന്ന് മാറ്റി നിർത്തും, പിന്നെ ഏതെങ്കിലും ഒരു മൂലയിൽ കിടന്ന് ഞാനങ്ങ് ചാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കേണ്ട, ഒരാഴ്ചത്തേക്ക് കാര്യമുള്ളൂ, അത് കഴിയുമ്പോൾ ഞങ്ങളെപ്പോലെ നടക്കാനും എല്ലാത്തിനും കഴിയും, ചേച്ചി അധികം സംസാരിക്കേണ്ട എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം എൻ്റെ ശരീരത്തിൽ ആകെ ചലിപ്പിക്കാൻ കഴിയുന്ന നാവ് മാത്രമാണ്, അതും കൂടി നീ അടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ താലോലിക്കാനോ ഒന്നും കഴിയുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അന്നേരം കുഞ്ഞ് സന്തോഷമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, സത്യയുടെയും പപ്പയുടെയും കൂടെയാണ്, ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അന്നേരം അച്ഛനെ എങ്ങനെ കുഞ്ഞിനെ നോക്കാൻ കഴിയുമെന്നുള്ള ആദിയിലായിരുന്നു ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കുറുമ്പത്തിയാണോ അതോ രാജു സാറിനെ പോലെ ദേഷ്യക്കാരനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം മിടുക്കിയാണ് മോള്, സത്യയ്ക്കും പപ്പിക്കും ഒക്കെ വലിയ കാര്യമാണ്, ഇപ്പോൾ കരച്ചിലൊന്നുമില്ല എന്നൊക്കെ കുഞ്ഞിനെ തലോടി കൊണ്ട് ശാലിനി പറയുന്നുണ്ട്. അന്നേരം നിസ്സഹായനായിട്ട് ശാരികയാണെങ്കിൽ ഈ കുഞ്ഞിനെ എങ്ങ് നോക്കുന്നുണ്ട്, കുഞ്ഞ് ചിരിക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം നല്ല സ്നേഹമാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അവൾക്ക് അവിടെ കഴിയാനാണ് വിധിയെങ്കിൽ കഴിയത്തെ, നമ്മുടെ അമ്മ നമ്മൾ 3 പേരെയും വളർത്തിയത് സ്നേഹത്തോടെ വളർത്തിയതുപോലെ അവളും അവിടെ ജീവിക്കട്ടെ, എൻ്റെ ഭാഗ്യം നിനക്കിരിക്കട്ടെ എന്ന്
പറയുന്നുണ്ട്. അങ്ങനെ ആ ചേച്ചിയുടെ ഭാഗ്യമൊന്നും ആർക്കും വേണ്ട. ചേച്ചിയുടെ ഭാഗ്യം ചേച്ചിക്ക് തന്നെ ഇരിക്കട്ടെ. ചേച്ചി അമ്മയെന്ന് വിളിച്ച് തന്നെ ഈ മോള് വളരും. ഇപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ അങ്ങ് സുഖമാവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ചേച്ചിയുടെ കൂടെ തന്നെ ഇവളുടെ ഭാവി കണ്ടിട്ട് വേണം ഇനി ചേച്ചിയുടെ മുന്നോട്ടുള്ള ജീവിതം എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുമ്പോൾ ശാരിക്ക് ചെറിയൊരു ആശ്വാസം ആവുന്നുണ്ട്. പിന്നെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ശാലിനി ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്, ചേച്ചിയുടെ മോളാണെന്നൊക്കെ പറഞ്ഞു. അന്നേരം ശാരി ഇങ്ങനെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. ഇതേസമയം അവിടെ രാത്രിയാണെങ്കിൽ ഫാമയുടെ വീട്ടിൽ രാഘവൻ നായരും പിള്ളയും കൂടി ഹാളിലുണ്ട്. അന്നേരം കുഞ്ഞാണെങ്കിൽ മോളിൽ ശാലിനിയുടെ റൂമിൽ കട്ടിലിൽ കിടക്കുകയാണ്, ആകെ കരയുന്നുണ്ട്. അന്നേരം കുഞ്ഞ് എന്തിനാ കരയുന്നതെന്നും പറഞ്ഞ് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം കുഞ്ഞിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതല്ലേ, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാവരുടെയും കാര്യം പോക്കാണ് എന്നൊക്കെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ പൊന്നി ഭക്ഷണം എടുത്ത് വെച്ചു എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അന്നേരം എനിക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ സമാനത്തോടെ കഴിക്കണം, കുഞ്ഞിൻ്റെ കരച്ചിൽ ആദ്യം മാറ്റിയെന്ന് പറയുകയാണ്. എങ്കിൽ ഞാനതിന് പാലെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് പൊന്നി അടുക്കളയിലേക്ക് പോയി പാലും കൊണ്ട് തിരിച്ചു വരുന്നുണ്ട്. അന്നേരം പിള്ള വീണ്ടും ചോദിക്കുകയാണ്, ഇതൊക്കെ നിന്നെ കൊണ്ട് നടക്കുന്ന കാര്യമാണ്, കുഞ്ഞിനെ നോക്കലും അടുക്കള പണി എല്ലാം കൂടി, അന്നേരം പറ്റുന്നത് പോലെയൊക്കെ നോക്കാം, കുഞ്ഞിനെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. അന്നേരം ഇതിങ്ങനെ നിൽക്കുകയാണെങ്കിൽ എല്ലാവരുടെയും കാര്യം പോക്കാണെന്ന് ഇങ്ങനെ പിള്ള പറയുമ്പോൾ കുഞ്ഞിങ്ങനെ ദേഷ്യത്തോടെ പിള്ളയെ നോക്കിയിട്ട് അങ്ങ് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. എന്നിട്ട് മുകളിലേക്ക് ചെന്നിട്ടാണെങ്കിൽ കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യയും പപ്പിയും കൂടി ഓടി വരുന്നുണ്ട്. അന്നേരം പൊന്നാൻറ്റി താഴോട്ട് കാണിക്കുക, അമ്മ കാണാൻ വയ്യ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഇരിക്കുകയാണ്. അന്നേരം കരച്ചിൽ കേട്ടപ്പോൾ ഞങ്ങൾ എടുക്കാൻ വരികയായിരുന്നു, ഞങ്ങൾ ചേച്ചിമാരാണ്, സത്യ ചേച്ചി പപ്പി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനോട് സംസാരിക്കുകയാണ്. അവയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ഒരു പേരിട്ടില്ലല്ലോ എന്നൊക്കെ പപ്പി പറയുന്നുണ്ട്. അന്നേരം നമുക്ക് എന്ത് വിളിക്കാൻ ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നീട് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അവരിങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണെങ്കിൽ താഴെ വീണ്ടും ഈ പിള്ളയാണെങ്കിൽ ഈ കുഞ്ഞിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു രാഘവൻ നായരോട്. സമയത്ത് ശാലിനി എത്തുന്നുണ്ട്. അങ്ങനെ ശാലിനി വന്ന് കയറുമ്പോൾ ഇവരിങ്ങനെ ഹാളിലിരിക്കുകയാണ്. അതിനെ കുഞ്ഞ് കരയുന്നല്ലോ എന്ന് പറയുമ്പോൾ പെറ്റ തള്ളക്കില്ലല്ലോ ആദ്യം എന്നിങ്ങനെ രാഘവൻ നായർ അങ്ങ് പറയുകയാണ്. അന്നേരം ശാലിനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ശാലിനി അങ്ങ് മുകളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ കുട്ടികൾ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശാലിനി ചെന്ന് കുഞ്ഞിനെ ഇങ്ങോട്ട് വാങ്ങുന്നുണ്ട്. അന്നേരം ഞാൻ പാലെടുത്ത് കൊടുക്കാനായിട്ട് തുടങ്ങുകയായിരുന്നു, അപ്പോഴാണ് കുഞ്ഞുങ്ങൾ വന്നത് കളിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങ് എടുക്കുമ്പോൾ ഈ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നുണ്ട്. അന്നേരം താഴെ നിന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, അപ്പോൾ വിശന്നിട്ടായിരിക്കും കുഞ്ഞ് കരഞ്ഞതെന്നിങ്ങനെ രാഘവൻ നായർക്ക് പിള്ള പറയുന്നത് മൊത്തം പറയുമ്പോൾ അങ്ങ് വിശ്വസിക്കുന്നു. പക്ഷേ പിന്നെ അതങ്ങ് രാഘവൻ നായർ വിടുകയാണ്. അന്നേരം പിള്ള പിന്നെ അത് തന്നെ പറയുന്നു, പിന്നെ വിശന്നിട്ട് അതൊന്നും അല്ല കാര്യം എന്നൊക്കെ ഇങ്ങനെ വീണ്ടും കുഞ്ഞിനെ കുറ്റപ്പെടുത്തുകയാണ്. അന്നേരം ആരും ഇല്ലാത്തവർക്ക് ഇങ്ങനെ തന്നെയാണ് വിധി എന്നൊക്കെ, ഇങ്ങനെ യോഗം ഇല്ല എന്നൊക്കെ രാഘവൻ നായർ സംസാരിക്കുന്നുണ്ട്. അതേസമയം കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യ ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞിനെ വാവയെ നമ്മൾ എന്ത് വിളിക്കും? അന്നേരം ശാലിനി പറയുന്നുണ്ട്, തൽക്കാലം നമുക്ക് കിങ്ങിണിന്ന് വിളിക്കാം, പിന്നീട് നമുക്ക് ആലോചിച്ചൊരു പേരുണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പൊന്നി ചോദിക്കുകയാണ്, ഈ കുഞ്ഞിവിടെ നിൽക്കുന്നതിൽ പിള്ളച്ചേട്ടൻ എന്താ ഇത്ര എതിർപ്പ്? എപ്പോഴും കുഞ്ഞിനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്, പറഞ്ഞ് രാഘവസാറിൻ്റെ മനസ്സിലും കുറച്ച് ദുഷിപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ദുശകുനമാണെന്നാണ് പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് ആകപ്പാടെ വിഷമം വരുന്നുണ്ട്. ശാലിനി കുഞ്ഞിനെ പൊന്നിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പാല് കൊടുക്കാറെങ്കിൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് താഴേക്ക് വരികയാണ്. തുടർന്ന് ഈ കുട്ടികൾ വീണ്ടും ഈ കുഞ്ഞിനെ കളിപ്പിക്കുന്നുണ്ട്. രാഘവൻ നായർ പറയുന്നുണ്ട്, വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണാൻ പോയി, പാലും കൊണ്ട് പൊന്നിയെ കാണാനില്ലല്ലോ, താനൊന്ന് നോക്ക് എന്ന് പറയുമ്പോൾ പിള്ള ഇങ്ങനെ മുകളിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോൾ ശാലിനി ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ശാലിനി വന്നിട്ട് പിള്ളയോട് തന്നെയാണ്, ദേഷ്യത്തോട് തന്നെയാണ് സംസാരിക്കുന്നത്. ഈ ശാരികച്ചിയുടെ കുഞ്ഞിന് ഇവിടെ നിൽക്കുന്നതിൽ പിള്ളച്ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. അന്നേരം എനിക്ക് എന്ത് ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പിള്ളച്ചേട്ടൻ പിന്നെ ജോത്സ്യനൊന്നും അല്ലല്ലോ കുഞ്ഞിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്, ഇത്തിരി പോകുന്നില്ലാത്ത കുഞ്ഞിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. പിള്ളച്ചേട്ടൻ്റെ സംസാരം കേട്ടാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തോന്നുന്നുണ്ട് ഈ ഒരു കാര്യം, ഇതിപ്പോൾ എന്തായാലും ശരി, അത് എൻ്റെ രക്തമാണ്, എൻ്റെ ചോരയാണ്, അതുകൊണ്ട് അതിനെന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങ് സഹിച്ചു, വേറെ ആരും സഹിക്കേണ്ട ആവശ്യമില്ല. ശാരികേച്ചി ഹോസ്പിറ്റലിൽ തിരിച്ചു വരുന്നവരെ ആ കുഞ്ഞ് എന്തായാലും ഇവിടെ കാണും, അല്ലാതെ വേറെ നിവർത്തിയില്ല. ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൂടെ ഞാനും പോകും എന്നിങ്ങനെ കടുപ്പിച്ച് പറയുകയാണ്. അന്നേരം ഈ പിള്ളയെ ഇങ്ങനെ വഴക്ക് പറയുന്നതിൽ രാഘവൻ നായർക്ക് ദേഷ്യമില്ല. രാഘവൻ നായർ അത് സമ്മതിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് അത് മോളെ എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ പറയാൻ വരുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല, അന്നേരം അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എന്തായാലും ഈ കുഞ്ഞ് ഇവിടെ തന്നെ കാണും എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ്. അന്നേരം പിള്ള ഇങ്ങനെ ഒരു സങ്കടപ്പെട്ട രീതിക്ക് നിൽക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ശാലിനി പറഞ്ഞതിലും കുറച്ച് കാര്യമൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ പിള്ളയ്ക്ക് കൂടുതൽ വിഷമമാവുന്നുണ്ട്. പിള്ളയാണെങ്കിൽ ഒരക്ഷരം മിണ്ടാതെ ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. അന്നേരം താൻ ഇവിടെ പോയി രാത്രിയിൽ എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ പിള്ള കേട്ട് നിൽക്കാതെ തനി നടന്ന ആ രാത്രി തന്നെ ഇറങ്ങി അങ്ങ് പോവുകയാണ്. അന്നേരം പോകുന്ന സമയത്ത് കണ്ണീരൊക്കെ തുടച്ചുകൊണ്ടാണ് പിള്ള പോകുന്നത്. പക്ഷേ പിള്ള പറഞ്ഞതിനെ ചെറിയൊരു അത് അവിടെ ശാലിനി പറഞ്ഞെന്നേ ഉള്ളൂ. പിള്ളയ്ക്ക് സത്യഭാമയോടാണ് കൂറ് കൂടുതൽ, ശാലിനിയോടല്ല. അതുകൊണ്ടാണ് പിള്ള അങ്ങനെ ചിന്തിച്ചു കൂട്ടി അങ്ങനെ പറയുന്നതൊക്കെ. അതിനുശേഷം മുകളിലേക്ക് ചെല്ലുന്ന ശാലിനിയാണെങ്കിൽ പൊന്നിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ ഇങ്ങ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് തന്നെ ഇങ്ങനെ ഒന്നും താലോലിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, മോള് കരഞ്ഞാലും ഇച്ചിരി പെട്ടെന്ന് വന്ന് എടുത്തേക്കണേ, മോളുടെ കരച്ചിൽ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നിങ്ങനെ പറഞ്ഞ് ശാലിനിക്ക് വിഷമാവുന്നുണ്ട്. പൊന്നിയെ സമ്മതിച്ച് നിൽക്കുകയാണ്.
അതേസമയം അവിടെ രാത്രി അവിടെ ശിവൻ്റെ വീട്ടിലാണെങ്കിൽ ശിവനാണെങ്കിൽ സത്യഭാമ വഴക്ക് പറഞ്ഞതൊക്കെ ആലോചിച്ച് വിഷമിച്ച് നടക്കുമ്പോൾ ചന്ദ്ര വരുന്നുണ്ട്. അന്നേരം ഏട്ടൻ എന്ത് വലിയ ആലോചനയും ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാമെന്ന് പറയുമ്പോൾ ഏട്ടൻ വന്നാൽ വിളമ്പാന്ന് പറയും. അന്നേരം നീ വിളമ്പിക്കോ കഴിച്ചേക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്തോ കാര്യം എന്തോ വിഷമമുണ്ടല്ലോ എന്ന് പറയുകയാണ്. അന്നേരം തെറ്റ് കാണിക്കുമ്പോൾ അമ്മമാർ നമ്മളെ വഴക്ക് പറയില്ലേ, നമ്മുടെ അമ്മ നമ്മളെ എത്ര പ്രാവശ്യം വഴക്ക് പറഞ്ഞിരിക്കുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ അമ്മ എന്തിന് വഴക്ക് പറഞ്ഞു, ഏട്ടൻ എന്നെ അമ്മ എപ്പോഴാണ് കണ്ടതെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ പെണ്ണെ ഒന്നുമില്ലേ, നീ അങ്ങോട്ട് വിളമ്പ്, കഴിച്ചിട്ട് എവിടെയെങ്കിലും കിടന്നുറങ്ങാം എന്നിങ്ങനെ ശിവൻ തമാശ എന്ന പോലെയാണ് പറയുന്നത്. ശിവന് ചെറിയ വിഷമത്തോടെ തന്നെ പറയുന്നത്. അന്നേരം ചന്ദ്ര ഇങ്ങ് പോകുന്നുണ്ട് ഭക്ഷണം വിളമ്പാനായിട്ട്. അന്നേരം വീണ്ടും ശിവനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം എന്നെ വഴക്ക് പറയാനുള്ള അധികാരവും അവകാശവും സ്വാതന്ത്ര്യമൊക്കെ ഉള്ളതുകൊണ്ടല്ലേ പറഞ്ഞത്, അതുകൊണ്ട് എനിക്കൊരു പരാതിയില്ല, ഞാനതെൻ്റെ മനസ്സിൽ നിന്ന് അങ്ങെടുത്ത് കളഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞ് ശിവൻ അങ്ങനെ ഇരിക്കുകയാണ്. ഇതേസമയം സെല്ലിൽ സത്യഭാമ ഇങ്ങനെ തറയിലിരിക്കുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നാളെയാണ് ഭാമയെ കോടതിയിൽ ഹാജരാക്കുന്നതും അതിന് ഇനി ആ ഒരു വക്കീൽ വരുന്ന ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ജാമ്യം കിട്ടുമായിരിക്കും, എന്താണെന്നുള്ളത് ഇവിടെ തെളിയിക്കുമായിരിക്കും. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.